അല്ല, ഈ പേരുമാറ്റത്തെ കുറിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് എന്താകും പറയാനുള്ളത് എന്ന് കൂടി നോക്കാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അതാണ് ഞങ്ങൾ വയനാട്ടുകാർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അതായിരുന്നു. ഞങ്ങളെ സുൽത്താൻ ബത്തേരിന്റെ പേര് ഗണപതി വട്ടം അല്ലേ, അതാക്കലായിരുന്നു പ്രശ്നം. ആരെ ഞങ്ങൾ ജയിപ്പിക്കും. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ആന്തരിക പരിപാടി അവസാനിപ്പിച്ച് തരാടാ കുടുംബി, അല്ലെങ്കിൽ ഇന്ന് തന്നെ അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ? ഞങ്ങൾക്കത് മതി. ആ പേര് മാറ്റി ഞങ്ങളവിടെ വിജയത്തിൽ ജയിപ്പിക്കും. അങ്ങനെ പറയരുത്, എനിക്കിത് തന്നെ കിട്ടണം. അഭിപ്രായത്തിന് വലിയ ബാല്യമില്ലല്ലോ, അഭിപ്രായം ആർക്കും പറയാലോ. ജയിച്ചാലാക്കൂന്ന് അയാൾ പറഞ്ഞാൽ ജയിച്ചാലല്ലേ ആക്കുള്ളൂ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. അത് സുരേന്ദ്രൻ ജയിക്കണം എന്നുള്ളത് തന്നെ അയാളെ അതിമോഹമാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ശരിക്കും സുരേന്ദ്രൻ ജയിക്കാൻ എന്നുള്ളൊരു ചാൻസും ഇല്ല. എന്നിട്ടല്ലേ പേര് മാറ്റല്ലേ? അതൊക്കെ അയാൾ വെറുതെ പറയണ, അങ്ങനെ സംഭവിക്കാൻ പോകുന്നു. അതല്ല, അത് പറഞ്ഞ ആള് MP ആയാലല്ലേ, MP ആവാൻ പോകുന്നില്ലല്ലോ, പിന്നെ എന്ത് പറയാനാ? അയാൾ വെറുതെ പറഞ്ഞു, ആരും മൈൻഡ് ആക്കില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ എന്റെ വക സെക്സ്വാലിറ്റി വേണം. ജയിക്കാൻ സാധ്യതയില്ലല്ലോ. പിന്നെന്താ, അല്ല കടൽ ഇവിടത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാല് കടൽ കൊണ്ടുവരാൻ സാധിക്കില്ലല്ലോ. അതുപോലത്തെ ഒരു വാക്കുന്നേ അത്രേ ഉള്ളൂ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.